എങ്ങനെയാണ് ഹണി ഗെയിൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബാൻഡ്വിഡ്ത്ത് ഷെയർ ചെയ്തുകൊണ്ട് മാസം അറ്റ്ലീസ്റ്റ് $20 ഉണ്ടാക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പഠിപ്പിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾ ഹണി ഗെയിൻ സെറ്റപ്പ് ചെയ്യണം, ഡെസ്ക്ടോപ്പിലും ഫോണിലും. അത് ഞാൻ ആദ്യം പഠിപ്പിച്ചു തരാം. ആദ്യത്തെ സെഗ്മെന്റിൽ എങ്ങനെയാണ് ഹണി ഗെയിൻസ് ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. ഗൂഗിൾ എടുക്കുക, എന്നിട്ട് അതിൽ ഹണി ഗെയിൻസ് എന്ന് അടിക്കുക. ഹണി ഗെയിൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണി ഗെയിൻ്റെ വെബ്സൈറ്റിന് ആദ്യം കാണാം. ഹണി ഗെയിൻ പാസീവ് ഇൻകം എഫേർട്ട്ലെസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ്. അത് ഞെക്കുക. അത് ഞെക്കിയതിന് ശേഷം ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അവിടെ മുകളിൽ മെനുയുടെ അവിടെ. അത് ഞെക്കുക. അത് ഞെക്കിയതിന് ശേഷം ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ 1 ടക്കൻ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ പേജിന്റെ. അത് ഞെക്കുക. അത് ഞെക്കിയതിന് ശേഷം ഒരു ആരോ കാണാം അവിടെ. ആരോ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടവിടെ ഒരു ആരോ കണ്ട ഹണി ഗെയിൻ ഇൻസ്റ്റാളർ കാണാൻ പറ്റും. അതിന് ഡൗൺലോഡ് കഴിഞ്ഞതിന് ശേഷം ഞെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എറർ കാണും. അപ്പോൾ ഇപ്പൊ ഇൻസ്റ്റാൾ കണ്ടു, ഇപ്പൊ നമ്മൾ ഡൗൺലോഡ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഹണി ഗെയിൻ ഇൻസ്റ്റാളർ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഹണി ഗെയിൻ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു വിൻഡോ വന്നിട്ടുണ്ട് ഹണി ഗെയിൻ സെറ്റപ്പ് ചെയ്യാൻ. അതില് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് ഐ അക്സെപ്റ്റ് ഹണി ഗെയിൻ ടേംസ് ഓഫ് യൂസ്. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ലൈസൻസ് അഗ്രിമെന്റ് വായിക്കും. പക്ഷെ ലൈസൻസ് അഗ്രിമെന്റിൽ കണ്ടിട്ടില്ല, നീ ഈ ലൈസൻസ് അഗ്രിമെന്റ് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയ. ഇതിലൂടെ Honeygain recognizes the importance of security when sharing an IP address. Honeygain works exclusively with verified, trusted clients and takes measurement to monitor traffic, aiming to prevent it from being used for non-legitimate business purposes or unauthorized uses. No personal information other than your IP address is accessed or collected. ഇപ്പോൾ നിങ്ങൾ മനസ്സിലായ ഇവര് പറഞ്ഞിട്ടുണ്ട് ടേംസ് ആൻഡ് യൂസിൽ, മീൻസ് അഗ്രിമെന്റിൽ തന്നെ പറയുന്നുണ്ട് അവര് വേറെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പരിപാടിക്കില്ല. പിന്നെ ഇതാണ് ഞങ്ങളുടെ പ്രൂഫ്. ബേസിക്കലി അവർ ഒരു ഇല്ലീഗൽ പരിപാടിക്കില്ല. നമ്മളുടെ ഇതിൽ ഒന്നും വരാൻ പോകുന്നില്ല. ഒരു IP അഡ്രസ്സിന്റെ കാര്യത്തിൽ ഒരു IP അഡ്രസ്സ് അവർ എടുക്കുകയാണെങ്കിൽ, മീൻസ് അത് വെച്ചിട്ട് അവർ വല്ല ഇല്ലീഗൽ കാര്യം നടത്തുകയാണെങ്കിൽ അത് അവരെ തെറ്റാണ്. അവരത് എഗ്രിമെന്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. നീ നെക്സ്റ്റ് അടിക്കുക, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. കുറച്ച് ഇൻസ്റ്റാൾ ആവും, വെയിറ്റ് ചെയ്യും. അപ്പൊ ഇൻസ്റ്റാൾ ആയി ഫിനിഷ് ആക്കുക. പേഷ്യന്റ്ലി വെയിറ്റ് ചെയ്യും. ഇപ്പൊ അത് കയറി വന്നു. ഇപ്പൊ അതിലേക്ക് എത്തി നമ്മളുടെ ഹണിഗെയിന്റെ വിൻഡോയിലേക്ക്. പക്ഷെ ഇത് ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത കാരണമാണ് ഇങ്ങനെ വരുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോഗ് ഔട്ട് ചെയ്താൽ കാണാൻ പറ്റും. ഇങ്ങനെയാണ് വരാൻ. മീൻസ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് ഇങ്ങനെയാ കാണാം ബേസിക്കലി. അപ്പൊ എഗ്രി ടു ടേംസ് ഓഫ് യൂസ് നിൽക്കുക, എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് നിൽക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിൻഡോ വരും. അതിൽ നിങ്ങൾ ഇമെയിലും പാസ്വേഡ് അടിക്കുന്ന ഒരു വിൻഡോ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ, എന്നിട്ട് അതിന്റെ ഇമെയിൽ ഐഡിയും പാസ്വേഡ് അടിച്ച് കയറാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി ഗൂഗിൾ ഫേസ്ബുക്കിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കയറാം. ഞാൻ ഇതിൽ ഓൾറെഡി സൈൻ അപ്പ് ചെയ്ത ഒരാളായതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ബട്ടൺ ഞെക്കാണ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട്. നിൽക്കുമ്പോൾ എനിക്ക് ലോഗിൻ്റെ ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ ഞാൻ ഗൂഗിൾ വെച്ചിട്ടാണ് സൈൻ അപ്പ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യും. ഞെക്കി എന്നിട്ട് ഞാൻ ഇവിടെ ഇത് ഞാൻ കണ്ടിന്യൂ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുന്നു. കണ്ട അപ്പൊ ഞാൻ കയറി. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എത്ര ഹണിഗെയിൻ ഇന്ന് ഉണ്ടാക്കിയത്. ഏകദേശം 13 MB നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഹണിഗെയിൻ. പിന്നെ ലാസ്റ്റ് 7 ദിവസമായിട്ട് 354 ഹണിഗെയിൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 30 ദിവസമായിട്ട് 650 ഹണിഗെയിൻസ്. ഞാനത് തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ട ഇവിടെയൊക്കെ അധികം ഹണിഗെയിൻസ് കാണുന്നില്ല. അപ്പൊ ഈ ജൂൺ 22-ലൊക്കെയാണ് കാണുന്നത്. കാരണം ഒന്നാണ് ഞാൻ ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ മര്യാദയ്ക്ക്. പിന്നെ ഒരു ഡൗൺ കാണേണ്ടത്. അത് കാരണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊന്നും ഞാൻ അധികം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് കാര്യം. പിന്നീടൊക്കെ ഞാൻ സ്റ്റഡി ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങി. അത് കാരണം എനിക്ക് കയറ്റം കാണും ഹണിഗെയിൻ്റെ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ബാൻഡ്വിഡ്ത്ത് ഷെയർ ചെയ്യുന്നത് യൂസേഴ്സ്, ഇതിന്റെ യൂസേഴ്സ് ഉപയോഗിക്കാൻ അനുസരിച്ചിട്ടേക്ക് ഇരിക്കും. ബേസിക്കലി നിങ്ങളുടെ ലൊക്കേഷനൊക്കെ അനുസരിച്ച് അത് മനസ്സിലാക്കണം. പിന്നെ ഞാൻ ടോട്ടൽ ഇപ്പൊ ഗ്യാദർ ചെയ്യുന്നത് 3 GB. 3 GB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണിഗെയിന് 10 GB-ക്ക് $2 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 10 GB ഡാറ്റ ബാൻഡ് ഷെയർ ചെയ്യുന്നതനുസരിച്ച് $2 വെച്ച് കൊടുക്കുന്നത്. 100 GB-ക്ക് ആണെങ്കിൽ $20. അപ്പൊ 3 GB എന്ന് പറഞ്ഞാൽ ഏകദേശം $1 താഴെയാണ്. നമുക്ക് മനസ്സിലാക്കണം. അത് ഞാൻ ഡെസ്ക്ടോപ്പിൽ മാത്രമാണ്. മൊബൈൽ ഡിവൈസിൽ ഇതിനും കൂടി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായത്? പിന്നെ നിങ്ങൾക്ക് 2 രീതിയിൽ ഹണിഗെയിൻസ് ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒരെണ്ണം ഹണിഗെയിൻസ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ഇതിന്റെ ഡ്രോബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ $20 വരെ വെയിറ്റ് ചെയ്യണം ഇത് കിട്ടണമെങ്കിൽ. $20 വരെ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് അവർ ജംപ് ടാസ്ക് കൊണ്ടുവന്നത്. ജംപ് ടാസ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടനെ തന്നെ ക്യാഷ് ഔട്ട് ചെയ്യാം. ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് കാശ് ശേഖരിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ചെയ്യാം. മനസ്സിലായത്? അപ്പൊ നിങ്ങൾ ജംപ് ടാസ്ക് ഡാഷ്ബോർഡിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എത്ര ഹണിഗെയിൻസ് ശേഖരിച്ചു, അതിനനുസരിച്ചുള്ള കാശ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഏകദേശം $2.79 ഹണിഗെയിൻസ് ഞാനിപ്പോ താൽക്കാലികമായിട്ട് ഞാൻ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് ഇതിൽ കാണുന്നത്. ഏകദേശം $3 ജംപ് ടാസ്ക് കോയിൻസ് ഞാൻ കിട്ടിയിട്ടെങ്കിൽ അതാണ് ഇതിൽ നമുക്ക് കാണുന്നത്.
ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ വീഡിയോയിൽ എങ്ങനെയാണ് മൊബൈലിൽ ഹണി ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പഠിപ്പിച്ചത്. ആദ്യം ഗൂഗിൾ എടുക്കുക, പിന്നെ ഹണി ഗെയിംസ് അടിക്കുക, പിന്നെ ഹണി ഗെയിംസിൻ്റെ വെബ്സൈറ്റിൽ കയറുക. ഇവിടെ ബേസിക് ഡാറ്റ കണ്ട അത് അക്സെപ്റ്റ് ഓൾ കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു ഹാംബർഗർ ബട്ടൺ കാണാൻ പറ്റും, അത് ഞെക്കുക. പിന്നെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കുക. ഇനി അടിയിലേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക. പിന്നെ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കണ്ട അവിടെ അത് ഞെക്കുക. അടിയിൽ കണ്ട ഡൗൺലോഡ് ചെയ്യണോ ഈ APK ഫയല്, അത് ഡൗൺലോഡ് ചെയ്യുക. അലൗ കൊടുക്കുക. ഡൗൺലോഡ് കംപ്ലീറ്റഡ് ആയി. ഇനി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആയി. ഫോർ യുവർ സെക്യൂരിറ്റി യുവർ ഫോൺ കറൻ്റ്ലി ഈസിൻ്റ് അലൗഡ് ടു ഇൻസ്റ്റാൾ അൺനോൺ ആപ്പ് ഫ്രം ദി സോഴ്സ്. യു ക്യാൻ ചേഞ്ച് ദിസ് ഇൻ ദ സെറ്റിംഗ്സ്. ഓക്കെ, സെറ്റിംഗ്സിൽ പോവുക. അലൗ ഫ്രം ദി സോഴ്സ് കൊടുക്കുക. ഇനി ഇൻസ്റ്റാൾ കൊടുക്കുക. ഇനി ഓപ്പൺ ചെയ്യുക. അലൗ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. ഐ അഗ്രി ടു ദ ടേംസ് ഓഫ് യൂസ് കൊടുക്കുക. ഇൻട്രഡക്ഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഞാൻ ഇവിടെ നോ കൊടുക്കാൻ പോവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫൈ പോയാൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായ? യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായ? അപ്പോൾ ഡണ്ണ് കൊടുക്കുക. ഡിസേബിൾ ഒപ്റ്റിമൈസേഷൻ, ഡിസേബിൾ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ കൊടുക്കാൻ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. ആ മൊബൈൽ ഡാറ്റയുടെ കാര്യത്തിലും നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് ഡാറ്റ ആണെങ്കിൽ നിങ്ങൾ ഓഫ് ചെയ്യണതാണ് നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാശ് പോവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റീചാർജ് ചെയ്യേണ്ടി വരും. ട്രൂലി അൺലിമിറ്റഡ് കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടും. അതിൽ ഡിസേബിൾ ചെയ്യുക. അലൗ കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തോട്ടെ എന്ന് വയ്ക്കുക. പിന്നെ നമ്മൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ഇങ്ങനെ ആക്കിയിട്ട് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് നിങ്ങൾക്ക് ഗൂഗിളും ഫേസ്ബുക്കും വഴി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് ആ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് പാസ്വേഡ് അടിച്ച് കയറാം. പക്ഷെ ഞാൻ ഓൾറെഡി ഇതിൽ സൈനപ്പ് ചെയ്ത ആളായതുകൊണ്ട് എനിക്ക് ലോഗിൻ ചെയ്താൽ മതി. ലോഗിൻ ചെയ്തു. ഇനി ലോഗിൻ വിത്ത് ഗൂഗിൾ നിൽക്കുക. ഞാൻ ഗൂഗിൾ വെച്ചിട്ടാണ് സൈനപ്പ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഗൂഗിൾ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുക. ഞാൻ ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ മെയിൻ സ്ക്രീനിലെത്തി. മെയിൻ വിൻഡോ ഹണി ഗെയിംസ് ആപ്പിൻ്റെ. ഞാൻ അടിയിലേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഏകദേശം 7304 ഹണി ഗെയിംസ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു റിഫറൽ ഉണ്ട് എനിക്ക്. അതെനിക്ക് 153 ഹണി ഗെയിംസ് എനിക്ക് തന്നിട്ടുണ്ട് ഇതുവരെ. പിന്നെ ഇന്ന് ഞാൻ 12 ഹണി ഗെയിംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്. ഞാൻ ഇപ്പോൾ ടോട്ടൽ ലാസ്റ്റ് 30 ദിവസമായിട്ട് ഏകദേശം 3181 ഹണി ഗെയിംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡെയിലി ഓൺ ആവറേജ് ഞാൻ 100 ഹണി ഗെയിനൊക്കെ വെച്ച് ഉണ്ടാക്കാറുണ്ട്. ചില ദിവസം ഞാൻ 300 ഹണി ഗെയിനും ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാൻ 12.52 GB ഹണി ഗെയിംസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഡിവൈസിൽ. ഇതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്ത ഇൻഫോർമേഷൻ. ഞാൻ എൻ്റെ വിൻഡോസിൽ ഞാൻ 612 ഹണി ഗെയിംസാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ മൊബൈലിൽ ഞാൻ ഏകദേശം 1917 ഹണി ഗെയിംസ് ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടതിന് ലക്കി പോട്ട് ഇത് നിങ്ങൾക്ക് ഡെയിലി ഓപ്പൺ ചെയ്യാം. ലക്കി പോട്ട് അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടുന്ന അനുസരിച്ചിരിക്കും. ഇന്ന് എത്ര കിട്ടും നമുക്ക് നോക്കാം. എനിക്ക് പറഞ്ഞാൽ 1 കിട്ടിയുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഹണി ഗെയിം വാലറ്റും ഉണ്ട്. അതിൽ പക്ഷേ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് $20 ആവണം ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ. ലേശം പെശകാണ്. കാരണം വെച്ചാൽ $20 വരെ വെയിറ്റ് ചെയ്യണം. പക്ഷേ ജംപ് ടാസ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് $20 വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായി. ഈ ഹണി ഗെയിംസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഇന്റർനെറ്റ് ബാൻഡ്വിഡ്ത്ത് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് $20 ഉണ്ടാക്കാം. നിങ്ങൾക്ക് അതിന് കൂടുതൽ ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ഡിവൈസുകളിൽ ഹണി ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഒരു രീതിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിഫറൽസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഹണി ഗെയിംസ് ഉണ്ടാക്കാം. റിഫറലായിട്ട് നിങ്ങൾക്ക് ബോണസുകൾ കിട്ടും ബേസിക്കലി. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ കൂട്ടുകാർ വേണ്ട, അപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എടുത്തുള്ള ആൾക്കാർ അവർക്ക് ഈ റിഫറൽ ഉപയോഗിച്ചിട്ട് സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഹണി ഗെയിംസിൻ്റെ ഒരു റിഫറൽ ബോണസ് കിട്ടും. മനസ്സിലായ? പിന്നെ ഇതിൻ്റെ റേറ്റ്, എത്ര ഹണി ഗെയിംസ് കിട്ടുന്നതിൻ്റെ റേറ്റ് അത് ആസ്പദമാക്കുന്നത് നിങ്ങളുടെ ലൊക്കേഷനാണ്. പിന്നെ എത്ര ഡിവൈസ് നിങ്ങൾ കണക്ട് ചെയ്തതാണ്. പിന്നെ നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷനൊക്കെ അനുസരിച്ചിരിക്കും. നിങ്ങൾ എത്ര ബാൻഡ് ഷെയർ ചെയ്യുന്നതൊക്കെ അനുസരിച്ചിരിക്കും. ഇതൊക്കെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ കാശ്. മീൻസ് എത്ര ഹണി ഗെയിംസ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഹണി ഗെയിംസ് എത്രയും കിട്ടുന്നു അത്രയും കാശ് കിട്ടും. നമ്മൾ അറ്റ്ലീസ്റ്റ് 100 GB പുറത്ത് ഡാറ്റ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് $20 കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ അൺലിമിറ്റഡ് ബ്രോഡ്ബാൻഡ് ആണെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 Mbps പ്ലാനാണ് നോക്കി നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 20 Mbps ബ്രോഡ്ബാൻഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ ഏകദേശം ഒരു ഐഡിയൽ കേസിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് $20 എത്താം. ഐഡിയൽ കേസ്. പക്ഷെ ഞാൻ പറഞ്ഞു കാരണങ്ങളുണ്ട്, വേരിയസ് ഫാക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഒരു ഫാക്ടറാണ്. പിന്നെ ഞാൻ എത്ര ഡിവൈസ് കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ അവര് മീൻസ് യൂസേഴ്സ് മീൻസ് ഇത് യൂസ് ചെയ്യണത് ഈ മാർക്കറ്റ് റിസർച്ചറും ഡാറ്റ സയന്റിസ്റ്റുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ കൺസംഷൻ അനുസരിച്ചായിരിക്കും നിങ്ങൾക്കും കാശ് കിട്ടുന്നത്. ഇതൊക്കെ ആസ്പദമാക്കിയിട്ടാണ് കാശ് കിട്ടുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം.
പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു $3 ബോണസ് കിട്ടണമെങ്കിൽ എൻ്റെ റിഫറൽ ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചാനൽ സപ്പോർട്ട് ചെയ്യാം ഇതുപോലത്തെ വീഡിയോകൾ വേണമെങ്കിൽ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് നെറ്റ്വർക്ക് സ്റ്റെബിലിറ്റി വേണം, നിർബന്ധമാണ്. മീൻസ് നെറ്റ്വർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഹണി ഗെയിൻസ് കൃത്യമായിട്ട് കിട്ടുള്ളൂ, സ്ഥിരമായിട്ട് കിട്ടുള്ളൂ, ഒരു ഫ്ലോയിൽ കിട്ടുള്ളൂ. അപ്പോൾ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് അടിക്കാം, കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ റിഫറൽ ഉപയോഗിക്കാം. ഫ്രീ $3 ബോണസ് ആണ്, $3 ബോണസ്. ഇങ്ങനത്തെ വീഡിയോകൾ വേണമെങ്കിൽ സപ്പോർട്ടും ചെയ്യാം. ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് എൻ്റെ റിഫറൽ ഉപയോഗിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.